അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു സാദാത്യങ്ങളെ, ഉലമാക്കളെ, സ്നേഹമുള്ള സഹപ്രവർത്തകർ, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിവിധ മേഖലകളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. മുസ്ലിം വേൾഡ് ലീഗിൽ അദ്ദേഹം സ്ഥിരമായിട്ട് പങ്കെടുത്തിരുന്നതും അതിൻ്റെ ഫിഖ്ഹി കൗൺസിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പല ഫത്വകളും നൽകിയിരുന്നതൊക്കെ ഈ ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അങ്ങനെയുള്ള പല പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും പുസ്തക രൂപത്തിൽ ഇറക്കിയ കാര്യവും ഇവിടെ പരാമർശിച്ചു. 12ഓളം അറബ് രാജ്യങ്ങളിലും മറ്റു ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഉൾപ്പെടെ ആഫ്രിക്കയിലെ 6 രാജ്യങ്ങളിലും ഉസ്താദ് നിരവധി പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും അവതരിപ്പിക്കുകയും വിഷയാവതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഉസ്താദിന്റെ സ്വീകാര്യത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇവിടെ മുൻ പ്രഭാഷകൻ പറഞ്ഞ പോലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിൽ ഉസ്താദിന് വളരെ പ്രധാനപ്പെട്ട പദവിയാണ് നൽകിയിരുന്നത്. ആരതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും, ഹജ്ജിന്റെ എംബാർക്കേഷൻ പോയിന്റ് തീരുമാനമെടുത്താലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു കൺകറൻസ് അതിന് സമ്പാദിക്കുക എന്ന പതിവുണ്ടായിരുന്നു. ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കണ്ടത് 2019 നവംബർ മാസം 17-ാം തീയതിയാണ്. 2019 നവംബർ മാസം 9-ാം തീയതി സുപ്രീം കോടതി ബാബരി മസ്ജിദ് തകർത്ത കേസിന്റെ വിധി പറഞ്ഞു. നവംബർ മാസം 9-ാം തീയതി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം അത് രാമ ജന്മഭൂമിയായി പരിഗണിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് കൊണ്ട് വിട്ടുകൊടുക്കുകയും ബദലായി മുസ്ലിങ്ങൾക്ക് അല്പം അകലെയുള്ള ഒരു പ്രദേശത്ത് 5 ഏക്കർ ഭൂമി നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ വിധി. സുപ്രീം കോടതിയുടെ വിധി 1045 പേജുകളാണുള്ളത്. ഈ വിധി വന്ന ഉടനെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഈ കേസ് നടത്തുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലേക്ക് പത്രക്കാരും മറ്റും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു അത്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് വിധി വന്ന ഉടനെ തന്നെ 1045 പേജുള്ള ജഡ്ജ്മെന്റ് അത് വിശദമായി വായിക്കുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസമായ 17-ാം തീയതി ലക്നൌവിൽ വെച്ച് ചേർന്ന ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ വലിയ വ്യക്തിത്വങ്ങളാണ് അവിടെ സംസാരിക്കാനുണ്ടായിരുന്നത്. ഒരുപാട് നിയമരംഗത്തുള്ള പ്രമുഖർ, ജസ്റ്റിസുമാർ, അഭിഭാഷകർ, മതസംഘടനാ നേതാക്കൾ, പണ്ഡിതന്മാർ, രാഷ്ട്രീയക്കാർ തുടങ്ങിയ നിരവധി ആളുകൾ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്തിനും ബാബരി മസ്ജിദിനും പകരമായി അല്പം അകലെ ഒരു 5 ഏക്കർ ഭൂമി ദാനമായി ലഭിച്ചത് സ്വീകരിക്കണോ വേണ്ടിയോ എന്നുള്ളതാണ് ചർച്ച. ബഹുമാനപ്പെട്ട ഉസ്താദ് അന്ന് വളരെ ശക്തമായ ഒരു ഇടപെടൽ നടത്തുകയുണ്ടായി. ഈ ചർച്ച ആരംഭിച്ച ഉടനെ സമ്മിശ്ര പ്രതികരണമായിരുന്നു പലരിൽ നിന്നും ഉണ്ടായിരുന്നത്. പലരും പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധിയല്ലേ, 5 ഏക്കർ ഭൂമിയും പള്ളിയും ഒരു ഹോസ്പിറ്റലും സൗജന്യമായി സമുദായത്തിൽ സുപ്രീം കോടതിയുടെ വിധി ആയതുകൊണ്ട് തന്നെ പലരും അത് സ്വീകരിച്ചാൽ കുഴപ്പമില്ല എന്ന സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്
തന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ വളരെ സ്ഫുടമായ ഭാഷയിൽ വിഷയാവതരണം നടത്തുകയുണ്ടായി. ഉസ്താദ് പറഞ്ഞു, നമ്മുടെ ഭൂമി, ബാബരി മസ്ജിദിന്റെ ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മുടെ പള്ളി പൊളിച്ചു, അത് മറ്റു പലരും കയ്യേറി, നമുക്കതൊരു തീർത്താൽ തീരാത്ത വേദനയാണ്. ഈ വേദന നമ്മള് രാജ്യത്ത് പലരും അക്രമം നടത്തിക്കൊണ്ട് കയ്യേറുക മാത്രമല്ല, ജുഡീഷ്യറി അത് മറ്റു പലർക്കും കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. ആ വേദന നമ്മുടെ മനസ്സിൽ നോവായി നിൽക്കുകയാണ്. പക്ഷേ ഈ സമയത്തും ഇതിന് ബദലായി നൽകുന്ന 5 ഏക്കർ ഭൂമി നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് മാത്രമല്ല, നമുക്ക് പിൻതലമുറക്ക് കൂടി, ഇന്ത്യ രാജ്യത്തിന് ജനിക്കാനിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് കൂടി വലിയ അപമാനമായിരിക്കും അത്. ആ 5 ഏക്കർ ഭൂമി ബദലായി സ്വീകരിക്കാൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം വഖഫ് ഭൂമിക്ക് ബദലായി മറ്റൊരു ഭൂമി സ്വീകരിക്കുന്നത് തെറ്റാണ്. അതോടൊപ്പം വഖഫ് നിയമത്തിന്റെ വകുപ്പ് 104A പ്രകാരവും അത് തെറ്റാണ്. ഒരു കാരണവശാലും ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന ഭൂമിക്കും പള്ളിക്കും ബദലായി നൽകുന്ന 5 ഏക്കർ ദാനമായി നൽകുന്ന ഭൂമി സ്വീകരിക്കാൻ പാടില്ല എന്ന് കണിശമായ നിലപാടെടുത്തുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനം സംരക്ഷിച്ച മഹാവ്യക്തിയുടെ പേരാണ് ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ്. ഉസ്താദ് 5 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, സുപ്രീം കോടതി റൂൾസ് 1966 പ്രകാരം പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്യണം. രണ്ടാമത്തത്, നമ്മുടെ നഷ്ടപ്പെട്ട പള്ളിക്കും ഭൂമിക്കും പകരമായി നൽകുന്ന 5 ഏക്കർ ഭൂമി നമ്മൾ നിരാകരിക്കണം, സ്വീകരിക്കാൻ പാടില്ല. മൂന്നാമതായി ആവശ്യപ്പെട്ടത് 1992 ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ നമുക്ക് നഷ്ടപ്പെട്ടത് 68 ഏക്കർ ഭൂമിയായിരുന്നു. ഈ 68 ഏക്കർ ഭൂമിയും 1993 അയോധ്യ അക്വിസിഷൻ ആക്ട് എന്ന പേരിൽ സർക്കാർ അന്ന് കണ്ടുകെട്ടിയിരുന്നു. അതിൽ 2.77 ഏക്കർ ഭൂമി മാത്രമാണ് സുപ്രീം കോടതി വിധി ബാധകമായിട്ടുള്ളത്. ബാക്കിയുള്ള 65 ഏക്കറിൽ പരമുള്ള ഭൂമി മുസ്ലിങ്ങൾക്ക് തിരിച്ചു നൽകണം. ഉസ്താദിന്റെ മൂന്നാമത്തെ ആവശ്യമായിരുന്നു. നാലാമത്തെ ആവശ്യം, ബാബരി മസ്ജിദിന്റെ വിധി മറ്റു കോടതി വിധികൾക്കും കേസുകൾക്കും കീഴ്വഴക്കമാക്കരുത്. ഒരു പള്ളി നിൽക്കുന്ന പ്രദേശത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് വരുമ്പോ ബാബരി മസ്ജിദിന്റെ വിധി കീഴ്വഴക്കമാക്കിക്കൊണ്ട് മറ്റു കേസുകളിലും പള്ളിയും വഖഫ് ഭൂമിയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അഞ്ചാമത്തെ ആവശ്യം ഉസ്താദ് ഉന്നയിച്ചത്, ബാബരി മസ്ജിദ് തകർത്തതിന് ക്രിമിനൽ കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതികൾക്കെതിരെയുള്ള വിചാരണ എത്രയും പെട്ടെന്ന് ആരംഭിച്ച് അവർക്ക് ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൃത്യം 7 ദിവസം മുമ്പ് 1045 പേജ് അടങ്ങുന്ന ഒരു ജഡ്ജ്മെന്റ് ഇറങ്ങിയിട്ട് പലരും അതിന്റെ ആമുഖം പോലും പഠിച്ചു തീരുന്നതിന് മുമ്പ് വളരെ ആഴത്തിൽ ആ വിധി പഠിക്കുകയും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ കൊണ്ട് ശക്തമായ ഒരു തീരുമാനം എടുപ്പിക്കുകയും ചെയ്യുക വഴി നമ്മുടെയും നമ്മുടെ പിൻതലമുറക്കാരുടെയും അഭിമാനം സംരക്ഷിക്കുന്ന വളരെ വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് നടത്തിയത്. ഉസ്താദ് അങ്ങനെ മുസ്ലിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി മാത്രമല്ല, വ്യക്തിപരമായ എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ 2020 ജനുവരി മാസം 12-ാം തീയതി ഇവിടെ ഇന്ത്യ രാജ്യത്ത് പൗരത്വ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മുസ്ലിം അല്ലാത്തവർക്ക് രാജ്യത്ത് പൗരത്വം നൽകുകയും വിദേശത്ത് നിന്ന് വന്ന മുസ്ലിങ്ങൾക്ക് മാത്രം തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റാലി നടത്തുകയുണ്ടായി. 2020 ജനുവരി മാസം 12-ാം തീയതി കോഴിക്കോട് വെച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ റാലിയുടെ അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദായിരുന്നു. അതിന്റെ 1ാമത്തെ സമ്മേളനം നടന്നത് മലപ്പുറത്ത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദാണ് അതിന്റെ അധ്യക്ഷത വഹിച്ചിരുന്നത്. പിന്നെ നടന്ന കോഴിക്കോട് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദായിരുന്നു. സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇരിക്കുമ്പോ മുഖ്യമന്ത്രിയും മറ്റൊരു മന്ത്രിയും അങ്ങോട്ട് വന്നു. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മിനിസ്റ്റർ KT ജലീലും വന്ന ഉടനെ ഉസ്താദ് പറഞ്ഞു, വളരെ സരസമായ ഭാഷയിൽ പറഞ്ഞു, ആസാമിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് രേഖ ചോദിച്ചപ്പോ കാണിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ പൗരത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നെ പോലെയുള്ള വയസ്സന്മാർക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് സംഘടിപ്പിക്കാനാണ്? ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ രേഖകളൊക്കെ നശിച്ചുപോയി, അതൊക്കെ തിരിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി അതിനൊരു പരിഹാരം കാണണം. അങ്ങനെ പറഞ്ഞപ്പോ വിഷയം ഗൗരവത്തിലെടുത്ത ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി
തന്റെ സഹായിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഈ വിഷയം നോട്ട് ചെയ്തെടുക്കണമെന്ന്. അങ്ങനെ അല്പസമയത്തിന് ശേഷം ഈ വിഷയം ജനന സർട്ടിഫിക്കറ്റും വിദ്യാഭ്യാസ രേഖകളും ഇല്ലാത്തവർക്ക് ബദലായി നൽകാവുന്ന രേഖ എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ടീമിലുണ്ടായിരുന്ന ആളുകളോട് ചർച്ച നടത്തിയതിനു ശേഷം നേറ്റിവിറ്റി കാർഡ് കൊടുക്കാമെന്നുള്ള ഒരു അഭിപ്രായം അവിടെ നിന്ന് പറയുകയുണ്ടായി. എന്താണ് ഈ നേറ്റിവിറ്റി കാർഡ്? കേരള സംസ്ഥാനത്ത് നിലവിൽ 1983 മുതൽ അന്നത്തെ 205-ാം ഗവൺമെന്റ് ഓർഡർ പ്രകാരമുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നിലകൊള്ളുന്നത്. ആ സർട്ടിഫിക്കറ്റ് 6 മാസത്തെയോ പരമാവധി 1 വർഷത്തെയോ വാലിഡിറ്റിയാണുള്ളത്. അതിൽ ഫോട്ടോ ഇല്ല. പക്ഷെ നിലവിൽ അത് പ്രകാരം ഒരു നേറ്റിവിറ്റി കാർഡ് ലഭിക്കുകയാണെങ്കിൽ ഇന്ന് നിലവിലുള്ള പാസ്പോർട്ടിനേക്കാളും ജനന സർട്ടിഫിക്കറ്റിനേക്കാളും വിദ്യാഭ്യാസ രേഖകളെക്കാളും നിയമസാധുതയുള്ള ഒരു നേറ്റിവിറ്റി കാർഡായി അത് മാറും. അങ്ങനെ പറഞ്ഞ ഉസ്താദ് വീണ്ടും പറഞ്ഞു, പ്രവാസികളെ പ്രത്യേകം പരിഗണിക്കണം, പ്രവാസികളെ പ്രത്യേകം പരിഗണിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം പറഞ്ഞു, വീണ്ടും 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 രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യം ഒഴിവാക്കണം, അപേക്ഷിച്ച ഉടനെ ലഭിക്കുന്ന അവസരവും ഉണ്ടാക്കണം. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുഖ്യമന്ത്രി റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോട് നിയമത്തിന്റെ കരട് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു. കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ എന്ന പേരിൽ ഒരു കരട് പ്രസിദ്ധീകരിക്കുകയും ആ നേറ്റിവിറ്റി കാർഡ് പ്രകാരം നമുക്കും നമ്മുടെ അടുത്ത തലമുറക്കും നമ്മുടെ പിൻതലമുറക്കും അവരൊക്കെ കേരളക്കാരാണെന്ന രേഖ ലഭിക്കുകയാണുണ്ടായത്. ആ നേറ്റിവിറ്റി കാർഡിൽ പറയുന്നത് നമ്മള് കേരളക്കാരനാണ്, നമ്മുടെ രക്ഷിതാവ് കേരളക്കാരനാണ്, നമ്മൾ ജനിച്ചത് കേരളക്കാരനായിട്ടാണ്, നമ്മൾ നാളിതുവരെ ജീവിച്ചതും കേരളക്കാരനായിട്ടാണ്, നമുക്ക് എക്കാലവും കേരളക്കാരെന്ന പരിഗണന ലഭിക്കും. പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകം അതിൽ കാര്യങ്ങൾ എഴുതി. അതിന്റെ വകുപ്പ് 2 ക്ലോസ് സിയിൽ പറയുന്നു, ഒരാള് ജീവിത മാർഗത്തിന് വേണ്ടിയോ മറ്റു തൊഴിലുകൾക്ക് വേണ്ടിയോ വിദേശത്ത് പോയി കഴിഞ്ഞാൽ, വിദേശത്ത് നിന്ന് ഒരു കുട്ടി ജനിക്കുന്ന പക്ഷം ആ ജനിച്ച കുട്ടി വിദേശത്തെ പൗരത്വം സ്വീകരിക്കാതെ തിരിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ കേരളക്കാരനായി പരിഗണിക്കണമെന്ന് നേറ്റിവിറ്റി കാർഡ് ബില്ലിന്റെ വകുപ്പ് 2 ക്ലോസ് സിയിൽ പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സ്വാർത്ഥമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കാതെ സമുദായത്തിന്റെയും പൊതുജനങ്ങളുടെയും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കുമാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത്. അങ്ങനെ സാത്വികമായിട്ടുള്ള മുസ്ലിം ബഹുജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ ജനങ്ങളുടെയും ഗുണത്തിന് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. ഉസ്താദിനെ കാണുമ്പോൾ വളരെ സൗമ്യനായും വളരെ മന്ദസ്മിതം തൂകിയും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഉസ്താദിന്റെ തീരുമാനങ്ങൾ അചഞ്ചലമായിരുന്നു. 2006 ബഹുമാനപ്പെട്ട സുഹൃത്ത് സ്വാദിഖ് ഫൈസി ഇവിടെ പറഞ്ഞ പോലെ 2006 കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനായി ബോംബെയുടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ പോലീസുകാർ ഉസ്താദിനെ തടയുകയുണ്ടായി. പുറത്ത് കലാപം നടക്കുകയായിരുന്നു. രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള പ്രശ്നമായിരുന്നു അത്. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന രീതിയിൽ ശിവസേനയിൽ നിന്നും ഭിന്നിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഉസ്താദിനോട് പറഞ്ഞു, സുരക്ഷിത മാനങ്ങൾ പാലിച്ചുകൊണ്ട് പുറത്തിറങ്ങരുത് എന്ന്. പക്ഷേ അന്ന് ഹജ്ജ് സംബന്ധിച്ച പല കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് ഉസ്താദ് അത് വകവെക്കാതെ പുറത്തിറങ്ങുകയും മാഹിമിലുള്ള മഖ്ദൂം ഷാ ബാബ ദർഗയിൽ സിയാറത്ത് ചെയ്തുകൊണ്ട് ഹജ്ജ് ഹൗസിൽ വന്ന് ഭീമാകാരമായ 19 നിലകളുള്ള ഹജ്ജ് ഹൗസിന്റെ 8ാമത്തെ നിലയിൽ ഏകാന്തനായി താമസിച്ചുകൊണ്ട് ഹജ്ജിന്റെ കാര്യങ്ങൾ വളരെ കാർക്കശ്യത്തോടു കൂടി ചെയ്ത് പൂർത്തീകരിക്കുകയും ചെയ്യുണ്ടായി. ഉസ്താദിന്റെ നിലപാട് എന്താണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന വഫിയ അബ്ദുൽ ഹക്കീം ഫൈസിയുടെ വിഷയത്തിൽ ഉസ്താദ് വളരെ വ്യക്തമായ നിലപാട് പറഞ്ഞു. അന്ന് ഹക്കീം ഫൈസി പറഞ്ഞു, സമസ്തയുടെ തിട്ടൂരത്തിന് വഴങ്ങില്ലെന്ന്. ഒരു ഇംഗ്ലീഷ് പത്രം അത് റിപ്പോർട്ട് ചെയ്തത് നെവർ ബോ ടു ദി ഡിക്റ്റാറ്റ്സ് ഓഫ് സമസ്ത എന്നാണ്. സമസ്തയുടെ തിട്ടൂരത്തിന് വഴങ്ങില്ല എന്നാണ് അബ്ദുൽ ഹക്കീം ഫൈസി എന്ന് പറഞ്ഞത്. ആ അബ്ദുൽ ഹക്കീം ഫൈസിയും ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അനുസ്മരണം കൊണ്ട് നടക്കുകയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരും ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ അവശേഷിപ്പിച്ചു പോയിട്ടുള്ള ആദർശവും അതേപോലെയുള്ള നിലപാടുകളുടെ കണിശതയും കൈവിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന അവസരം ഉണ്ടാകരുത് എന്ന് മാത്രം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിന് എല്ലാ ആശംസകൾ നേർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.